അരുൺ, നവംബറിലെ വേതനം കിട്ടിയത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് എന്ന് വ്യാപാരികളുടെ സംഘടന പറയുന്നു. അതായത് വേതനം എപ്പോൾ കിട്ടും, ഈ കിട്ടുന്ന വേതനം കൃത്യമാണോ, അത് ന്യായമാണോ എന്നുള്ള ഒരു വലിയ ചോദ്യമൊക്കെയാണ് സംഘടനകൾ ഉന്നയിക്കുന്നത്. 14,000-ഓളം റേഷൻ കടകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലാണ് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതിൽ തർക്കവുമില്ല. സർക്കാർ ഈ വിഷയത്തിനകത്ത് ഒറ്റ നിലപാടാണോ? ചർച്ച നടത്താം, പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണോ? പിന്നെ ഇതെങ്ങനെ സമരം അവസാനിക്കും? വ്യാപാരികളുടെ ബാക്കിയെല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ വേതന പരിഷ്കരണം എന്ന ആവശ്യം അത്ര പെട്ടെന്ന് അംഗീകരിക്കാവുന്ന ഒന്നല്ല. സാമ്പത്തിക പ്രതിസന്ധി അടക്കം അതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് വ്യാപാരികളോട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നതെന്നാണ് കുറച്ചു മുമ്പും മന്ത്രി GR അനിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ വ്യാപാരികൾ അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്കും മന്ത്രി വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സമരത്തിൽ ഒരു മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനം? മുന്നോട്ട് പോകാൻ തന്നെയാണ് വ്യക്തമായ ഒരു ഉറപ്പ് നമുക്ക് കിട്ടാത്ത പക്ഷം നമ്മൾ ഈ സമരം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയണം, ഞങ്ങൾ ഓരോ മാസം ചെയ്യുന്ന നമ്മുടെ ജോലിയുടെ വേതനം നമുക്ക് സമയബദ്ധമായി പോലും കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ 2 മാസത്തോളമായി കുടിശ്ശിക കിടക്കുകയാണ്. റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് റേഷൻ വ്യാപാരികളുണ്ട്. അവരുടെ ദൈനംദിന എല്ലാ കാര്യങ്ങളും ആകെ കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വ്യക്തമായ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കാത്ത പക്ഷം നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്നത് ഇല്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ? ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്താണ്. അദ്ദേഹം കൂടി ഓൺലൈനിൽ പങ്കെടുക്കാമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യം 2 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്തുള്ളവർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിലും ബാക്കിയുള്ളവർ ഓൺലൈനിലും കൂടെ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര കടകളാണ് ഇപ്പോൾ സമരരംഗത്തുള്ളത്? 14,000 തുച്ഛമായ 200 കടകളാണ്. കാരണം ആ കടകളെന്ന് പറയുന്നത് സൊസൈറ്റി കടകൾ, പിന്നെ ടെമ്പററി ലൈസൻസ് കൊടുത്തിട്ടുള്ള കടകളാണ്. അപ്പൊ സൊസൈറ്റി കടകൾ സ്വാഭാവികമായും അവിടുത്തെ മേലധികാരികളോ അല്ലെങ്കിൽ AR ഒക്കെ സമ്മർദ്ദം ചെലുത്തിയാണ് കട തുറന്നിരിക്കുന്നത്. പിന്നെ ടെമ്പററി ലൈസൻസ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഗവൺമെന്റ് പിരിച്ചുവിടാവുന്ന കടകളാണ്. അപ്പൊ അവരെയൊക്കെ ഒരുതരം ഭീഷണിയുടെ ഇതിൽ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ കടകൾ തീർത്തിരിക്കുന്നത്. ഉച്ചത്തെ സമര ചർച്ചയിലും തീരുമാനമായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നതാണ് സർക്കാർ പറയുന്നത്. കാരണം ലൈസൻസ് സസ്പെൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതൊരു സമരമാകുമ്പോൾ സർക്കാരിന് ഏത് രീതിയിലും പ്രവർത്തിക്കാമല്ലോ. പക്ഷേ ഞങ്ങളുടെ ന്യായമായ ആവശ്യമേ പറയുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ ഇന്നോ നാളെയോ ഞങ്ങളുടെ വേതന പാക്കേജ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. ഒരു കാലയളവ്, ഒരു 3 മാസമെങ്കിലും നിങ്ങൾ കാലയളവ് പറഞ്ഞുകൊണ്ട് ഞങ്ങളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഗവൺമെന്റുമായി കൂട്ടായ ഒരു ചർച്ച നടത്തിയതിനു ശേഷം നമ്മുടെ ഈ വേതന പാക്കേജ് പരിഷ്കരിക്കുന്നതിനുള്ള സമീപനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞു. അല്ല ഞങ്ങൾ ആരെ താഴെ ഇറക്കാനോ ആരെങ്കിലും എതിരെ സമരം ചെയ്യാനോ അല്ല ഇരിക്കുന്നത്. ഞങ്ങളിവിടെ കൊടിയുടെ ഇതിയുടെ രാഷ്ട്രീയത്തിന് നിറം നോക്കിയില്ല, ജീവിക്കാൻ വേണ്ടിയാണ്. ഇത് ഞങ്ങളുടെ ഒരു അവസാനത്തെ സമരമാണ്. ഞങ്ങൾ കഴിഞ്ഞ 2018 ശേഷം വളരെ കാലമായി ഗവൺമെന്റുമായിട്ട് ഇത് ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ദൈനംദിനം ഞങ്ങൾ ഇങ്ങനെ പലപ്പോഴും ചർച്ച നടത്തിയെങ്കിൽ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ബാക്കി എല്ലാ ആവശ്യവും പരിഗണിച്ചു. വേതന വർധന മാത്രമാണ് സർക്കാർ ഇപ്പോൾ പരിഗണിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കഴിയുന്നില്ല. അതാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറഞ്ഞ അതേ, പക്ഷേ അദ്ദേഹം പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ 100% അല്ലെങ്കിൽ ഒരു 80% അത് പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ റേഷൻ വ്യാപാരികൾക്ക് പ്രതികൂലമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ കുറേ ഭേദഗതികൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഈ വേതന പാക്കേജാണ് നമുക്ക് അടിസ്ഥാനപരമായി ഏറ്റവും അത്യാവശ്യമായ കാര്യം. അത് ഇല്ലാതെ ഒരു 3-അംഗ ഗവൺമെന്റ് കമ്മീഷൻ ഇതിനു വേണ്ടി വച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് അദ്ദേഹം അതിൽ നോക്കി നമ്മളോടൊപ്പം ചർച്ച ചെയ്തപ്പോൾ വായിച്ചുവെങ്കിലും ഞങ്ങൾക്ക് അതിന്റെ ഒരു കരട് കോപ്പി തരണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഭേദഗതികൾ ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്ന് പോലും നമ്മോടൊപ്പം പറയാൻ പോലും അദ്ദേഹം കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് ദുഃഖകരമായൊരു കാര്യമാണ്. ഉച്ചത്തെ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ? വാതിലുകൾ തുറന്നിടുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ആശാവകമായി എന്തെങ്കിലും അതിനകത്ത് പ്രതീക്ഷിക്കുന്നു. എങ്കിലും നമ്മുടെ വകുപ്പ് മന്ത്രിയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇതിനകത്ത് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു വിശ്വാസമില്ലായ്മ. സമരം തുടരും, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം അനിശ്ചിതകാല സമരമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ലൈസൻസ് റദ്ദ് ചെയ്യുന്നതും ഈ പോസ്റ്റ് മെഷീനെ പിടിച്ചടക്കം നടക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നാൽ എങ്ങനെ? അത് ഗവൺമെന്റ് ഒരു സമരം ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ തീരുമാനമെടുക്കാൻ ഗവൺമെന്റ് അധികാരമുണ്ട്, അവരത് ചെയ്യും ആയിരിക്കും. പക്ഷേ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെയും താഴെ ഇറക്കാനോ അല്ലെങ്കിൽ ആരെയും പ്രതികാരം ചെയ്യാനോ അല്ല. നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സമരമാർഗമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അല്ല വേറെ മറ്റൊന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് ഇല്ല.
അപർണ, ഇതാണ് വ്യാപാരികളുടെ നിലപാട്. തങ്ങൾ ആരെയും താഴെ ഇറക്കാനോ ഒട്ടിമറിക്കാനോ നടത്തുന്ന സമരമല്ല. ജീവിക്കാൻ മറ്റു വഴികളില്ല. വേതന പാക്കേജ് നടപ്പാക്കണം, പരിഷ്കരണം നടപ്പാക്കണമെന്ന് ദീർഘനാളുകളുടെ ആവശ്യമാണ്. അത് ഉടനടി നടപ്പാക്കണമെന്നല്ല, കൃത്യമായ ഒരു സമയക്രമം സർക്കാർ പറയണം. അതിന് സർക്കാർ തയ്യാറാകാത്തതിനാണ് ഇവരുടെ പ്രതിഷേധം. അതിന്റെ ഭാഗമായാണ് 14,000-ഓളം വരുന്ന റേഷൻ കടകൾ അടച്ചിട്ട് അനിശ്ചിത സമരത്തിലേക്ക് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പോകുന്നത്. ഉച്ചത്തെ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനെ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്താൽ ഒരുപക്ഷേ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഏതായാലും മന്ത്രിയും സർക്കാരും കടുത്ത നിലപാട് തന്നെയാണ്. ഉച്ചയ്ക്കുള്ള ചർച്ചയിലും തീരുമാനമായില്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത അടക്കമുള്ള നടപടികളിലേക്ക്, ഇ പോസ് മെഷീൻ പിടിച്ചെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ്.